മോളെ അവരവരുടെ ചോറെങ്കിലും നിന്റെ പാത്രത്തിലാക്കി കൂടെ. അവള് പഠിച്ചോട്ടെ അമ്മേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. മുത്താണ്. ടോപ്പിംഗ് ഒന്നും വേണ്ട. ഇത്തവണ SSLC അത് ഓർമ്മ വേണം. നന്നായി പഠിച്ചോളൂ നീ. മോളെ നീ ഇന്ന് അവളെ പുന്നാരിച്ച് നിൽക്കാതെ എന്തെങ്കിലും എടുത്ത് കഴിക്കി, അല്ലെങ്കിൽ ഇന്നും പട്ടിണിക്ക് പോകേണ്ടി വരും. രേവതി, എന്ത് പറ്റി നിനക്ക്? എന്താ നീ കിടക്കുന്നേ? ഞാനൊന്ന് കിടക്കട്ടെ. ഇത് ഞാനാ തന്നെന്ന് ആരെങ്കിലും അറിഞ്ഞ രേവതി, നീ എന്താ ഇവിടെ? ഒന്നുമില്ല ടീച്ചർ, ഞാൻ വെറുതെ വന്നാ. തലവേദന കുറഞ്ഞോ? കിട്ടുന്നില്ല. നിനക്ക് നന്നായിട്ട് അറിയാലോ. നിനക്ക് കമ്പനിച്ച് നടത്താം. എടി ഇന്ന് ഞാൻ ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നതൊക്കെ ഇഷ്ടം. നീ മരുന്നില്ല. ബസ്സിന് സമയമായി. നീ എന്നെ ബസ്സിനായില്ലേ? ഇല്ല, നിങ്ങൾ പൊക്കോ. എനിക്ക് മെഡിക്കൽ ഷോപ്പ് വരെ പോകണം. എന്നെ നോക്കണ്ട. ഈയിടെയായിട്ട് എന്താ ഇങ്ങനെ? നിങ്ങൾ ഭയങ്കരമായിട്ട് ഒഴിവാക്കുന്നുണ്ടല്ലോ. വാ നമുക്ക് പോവാം. ഇന്നെന്ത് പറ്റി? ഇന്നെന്താ മുഖത്തിന് ഉഷാറില്ലല്ലോ? ഒന്നും പറയണ്ട. രാവിലെ തന്നെ ടീച്ചർ പിടിച്ചു. അവർക്കെന്താ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റൂന്നില്ല. താൻ ചെയ്യാന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. താൻ തന്നെ ചെയ്യണ്ടേ? നിന്നോട് പറഞ്ഞു നീ എന്തായാലും ചെയ്യണം. ഇതെന്താന്ന് കണ്ട? നിന്നോട് പറയണ കാര്യങ്ങൾ ചെയ്താൽ നിനക്കത് കിട്ടുള്ളൂ. ഞാൻ മാക്സിമം ഞാൻ വരാൻ നോക്കാം. എനിക്കിപ്പോ തായോ പറ്റില്ല. ഇന്ന് വൈകിട്ട് എന്തായാലും ബോസ് കാണുന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ നടക്കുള്ളൂ. വഴിയൊന്നുമില്ല. ഞാൻ വരാം. ഇല്ല, എന്തായാലും വൈകിട്ടാണ്. രേവതി, വാതിലൊക്കെ തോന്നിട്ട് ഈ കുട്ടി എവിടേക്ക് പോയി? രേവതി, ഓ ഇന്ന് നേരത്തെ എത്തിയോ? ഇതെന്താ ഈ വാതിലൊക്കെ തോന്നിട്ട് നീ ഇങ്ങനെ ഇരിക്കണത്? വാതിൽ തുറന്നിട്ട് എന്താ കുഴപ്പം? ഇതെന്താ നീ കുളിക്കും ഒരു പരിപാടിയും ചെയ്യണില്ലേ? എനിക്ക് ഇപ്പൊ തന്നെ വേണ്ട, ഇന്നൊരു സ്ഥലത്തേക്ക് പോണില്ല. ഇതെന്താ നിന്റെ പറഞ്ഞേ? വേണ്ട, ഇന്ന് നീ എവിടേക്കും പോവില്ല. നിന്റെ ടീച്ചർ തന്നെ വിളിച്ചിരുന്നു. ഞാൻ അത് നിന്നെ ഓഫീസിൽ നിന്ന് നേരത്തെ വന്നത്. നിന്റെ അച്ഛനോടൊന്നും ഇല്ല. രേവതി ഇന്ന് നിന്നെ വിടില്ല. ടീച്ചറാണല്ലോ. എന്താ ഇവിടെ? സ്കൂളിൽ ഇന്ന് ഒരു അടിപിടി കേസുണ്ടായി. ഒരു പയ്യൻ സ്കൂളിൽ വന്ന് സെക്യൂരിറ്റിയെ തല്ലി. സെക്യൂരിറ്റിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. അതുമല്ല, കുറച്ചു മുൻപേ രേവതിയുടെ അമ്മ വിളിച്ചിരുന്നു. രേവതിയോ? അവക്ക് എന്തു പറ്റി? അവൾ കഴിഞ്ഞ ദിവസം കുറച്ച് എന്തൊക്കെയോ ഗുളിയൊക്കെ വാരി കഴിച്ചു. ദൈവമേ, ഈ പിള്ളേർക്ക് എന്താ പറ്റണേ? ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി, അമ്മ. ഹലോ ചേച്ചി. മോള് വീട്ടിലെത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ചേച്ചി, ഞാൻ എത്തി. എന്തിയെ? നമ്മുടെ ബിജി ടീച്ചറെ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു. സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ചേച്ചി, ആരോ വന്നെന്തോ പ്രശ്നം ഉണ്ടാക്കിന്ന് കേട്ടായിരുന്നു. എന്ത് ചേച്ചി?
നീ ഇന്നലെ രേവതിയെ കണ്ടിരുന്നോ? കണ്ടായിരുന്നു ചേച്ചി, പക്ഷെ അവളെന്റെ കൂടെ വന്നില്ല. എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയി. അവളൊരു ചെറിയ അബദ്ധം കാണിച്ചു. ഇപ്പൊ ആശുപത്രിയിലാ. അയ്യോ ചേച്ചി, എന്താ പറ്റി? അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ചേച്ചി വന്നിട്ട് പറയാം. മോളിപ്പ് ഇരുന്ന് പഠിച്ചോ. ഹലോ നിരഞ്ജന, ആ ICS വന്ന റോഷനെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ കൊണ്ടുപോകണം. ഓക്കെ സിസ്റ്റർ. വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, എനിക്ക് ടെസ്റ്റ് ഒന്നും വേണ്ട. ടെസ്റ്റ് എടുക്കാതെ ഒന്നും പോകാൻ പറ്റില്ല. ഇല്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? ഇല്ല. ഇപ്പൊന്നും പോകാൻ പറ്റില്ല. പറ്റില്ല. കേരളത്തിൽ നടുക്കിയ കൊലപാതകം. ലഹരിക്കടിമയായ യുവാവ് നഴ്സിനെ കൊലപ്പെടുത്തി. വിദ്യാലയങ്ങളിൽ ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്ന റാക്കറ്റിന്റെ ഒരു കണ്ണിയാണ് പ്രതി. തെറ്റ് ചെയ്തിട്ട് അവൻ എന്താ ചേച്ചി? ആർക്കൊക്കെ എന്റെ ചേച്ചിയെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ലഹരിക്കടിമയായ ഏതോ ഒരുത്തൻ ഇല്ലാതാക്കിയത് ഞങ്ങളുടെ കുടുംബം. ആരോടും ഞങ്ങൾ പരാതിപ്പെടാൻ, ആരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നു. എന്റെ ചേച്ചിയാണെങ്കിൽ മറ്റാരെങ്കിലും മൊത്തങ്ങൾക്ക് ചെന്നാൽക്കും അടുത്തൊരു വിഷയം കിട്ടുന്നത് ഒരു ഹോട്ട് ന്യൂസ് അത്രേ ഉള്ളൂ. ഇവിടെ തീരും ഇല്ല. ഞങ്ങൾക്ക് മാറണം ടീച്ചറെ, വ്യവസ്ഥ മാറണം. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ തകരുന്ന കുടുംബങ്ങൾ തന്നെ കൂടുക തന്നെ ചെയ്യും. ഇറങ്ങി പൊക്കോ നീ, എനിക്ക് നിന്നെ കാണണ്ട. പോവാൻ പറ ടീച്ചർ അവളോട്. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ നിനക്ക്? എനിക്ക് കാണണ്ട നിന്നെ. ടീച്ചറെ പോവാൻ പറ ടീച്ചറെ. അറിയില്ല അതിനൊക്കെ ഇങ്ങനെയൊക്കെ അവസാനിക്കുന്നു. നഷ്ടപ്പെട്ടത് എനിക്കല്ല, ഒരു മാപ്പുണ്ട്. എനിക്കത് ചേച്ചി തിരിച്ചു തരാൻ പറ്റും. ഞാനിനി പഴയ രാവിലെ ഞാനിനി പോരാടും. ഞാൻ ആരോഗ്യമുള്ള ശരീരമാണ് ആരോഗ്യമുള്ള മനസ്സിന് അടിസ്ഥാനം. ലഹരിയോടുള്ള ആസക്തി ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും മറ്റുള്ളവരെ അതിൽ നിന്ന് രക്ഷിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ലഹരിക്കെതിരായി നമുക്ക് ഒറ്റക്കെട്ടായി പടവരുതാം. സമൂഹ പുനർനിർമ്മിതിക്കായി ഒരുമിച്ച് മുന്നേറാം. ലഹരിയോട് ഇനിയില്ല രമ്യത.